ഹലോ ഗൈസ്, അപ്പൊ ദേ നമ്മുടെ ചക്ക വരട്ടിയത് കാണണ്ട. ഇതോട് ഞാൻ ചക്കപ്പ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇത് കൊടുത്തേച്ച അപ്പച്ചനും അമ്മയ്ക്കും താങ്ക് യു. പിന്നെ അവര് കഷ്ടപ്പെട്ട് അമ്മതി വരട്ടി 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 ഇങ്ങനെ കറുത്ത കളറിൽ ഇങ്ങനെ ആക്കി വെച്ചതല്ലേ. പിന്നെ ചക്ക വറുത്ത് കറുത്ത കളർ നമ്മളെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ചക്ക വറുത്ത് കൊടുത്തേച്ചില്ലേ, അപ്പൊ അവർക്ക് പ്രത്യേക പിന്നെ കൊടുന്ന ചേട്ടന് ആ ചേട്ടനും നന്ദി ഉണ്ടിട്ടാ. ആള് കൊടുന്ന കാരണം നമുക്ക് ഇവിടെ എത്തിയേ. അപ്പൊ ആള് കൊണ്ടുവരാൻ കാണിച്ച മനസ്സിന് നമ്മള് ഒരു ബിഗ് സല്യൂട്ട്. അപ്പൊ നമ്മളിതേ ചക്ക അതുണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവരും അറിയും നല്ല ചൂടുണ്ട് ഇവിടെ, കാരണം വേണ്ട. അപ്പൊ ചക്കട ഉണ്ടാക്കാൻ പോവാണ്. വല്ലാതെ അറിയൊന്നുമില്ല. പിന്നെ ചേച്ചോളും എല്ലാരും പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ പിന്നെ കുഞ്ഞിനെ വിളിച്ചിട്ട് ഞാൻ അപ്പൊ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കിട്ട് ഇത് ഇത്ര ചക്കവരട്ടി ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അവിടെ ഉണ്ട്. അപ്പൊ ഇതെന്താന്ന് വെച്ചാ മറ്റേ ഏലക്കട ഉള്ളിലത്തെ കുരു, ഏലക്കട തൊലി കളഞ്ഞിട്ട് എന്റെ ഉള്ളിലത്തെ കുരു. അപ്പൊ അത് ഇതിലേക്ക് ഇടാം. ഇതിട്ട രസം ഉണ്ടാവുന്ന കുഞ്ഞേച്ചി പറഞ്ഞു. അപ്പൊ ഏലക്ക അങ്ങനെ ഇട്ടു, പൊടിച്ചൊന്നുമില്ല, അങ്ങനെ ഇട്ടു. പിന്നെ നമുക്ക് ഞാൻ അങ്ങോട്ട് വരൂ. എന്നതെ നാളികേരം മറ്റേ നുറുക്കൊന്നല്ല, ഇങ്ങനെ ചരുകിയത് ഇടുക. നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങ കൊത്തിയതൊക്കെ ഇടും. നമുക്കിപ്പോ തേങ്ങ അങ്ങനത്തെ ഇല്ലല്ലോ. അപ്പൊ ചെറിയ തേങ്ങ ഇടും. ഇങ്ങനെ ഇട്ടുന്ന കണ്ടുണ്ട് ഞാൻ ആൾക്കാര്. ഇങ്ങനെ ഇത്ര മതിയാ, നീ വേണോ? കുറച്ചെണ്ണ ഉണ്ടായിക്കോട്ടല്ലേ, തേങ്ങ കൊറേ കൊറേ തേങ്ങ ഉണ്ടാകുമ്പോ ഒരു ടേസ്റ്റ് അല്ലേ അല്ലേ? ആടെ ഉണ്ടാക്കുക. ആ ഇത്ര മതി അല്ല, ഈ കഞ്ഞിപ്പോ ഉണ്ടാവും. അത്ര തേങ്ങ അല്ലേ, അത് മതി. ഇനി മുഴുകിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി അരിപ്പൊടിയാണ്. ഷാഹിയുടെ അരിപ്പൊടി. ഇതിലമ്മ ഓൾറെഡി ആ ചക്ക വരട്ടുമ്പോ ശർക്കര ഇട്ട് ഉരുക്കിണ്ട്. അതുകൊണ്ട് മധുരം ഉണ്ട്. ഇത് ഓൾറെഡി മധുരം ഉണ്ട്. എന്നാലും ഇത്തിരി പഞ്ചസാര ഇട്ടോളം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി ഒരു മധുരം ഉണ്ടാവും. നമ്മളെ അരിപ്പൊടിയൊക്കെ ഇടുന്നല്ലേ. സാധാരണ ശർക്കരയാണ് ഉരുക്കി വയ്ക്കുക. നമുക്ക് ഇവിടെ ശർക്കരയൊക്കെ പിന്നെ അതല്ല, അത് ഉരുക്കി വയ്ക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇതാകുമ്പോ ഇത് ഓൾറെഡി അമ്മ മറ്റേ വരട്ടണ സമയത്ത് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ഉണ്ട് ഇതിലേട്ടാ. അപ്പൊ നമ്മള് ഇത്തിരി പഞ്ചസാര ഇടണമെന്നാവും. അപ്പൊ ഇനി കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചിടാനാ പറഞ്ഞു. അല്ല അമ്മേ പൊടി മാറ്റിയോ? കൂടുതലായിട്ടൊന്നുമില്ല. എനിക്കേ കപ്പില് കുറച്ച് വെള്ളം തരണം. കപ്പിൽ ഞാൻ എടുക്കാതെ. ആ പഞ്ചസാരയും കൂടി ഇടാം അല്ലേ? പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പഞ്ചസാര അത്രയും ഊരി വെച്ചോ. മാല ഊരി വെക്കണം. പാവക്കനാണെങ്കിൽ പഞ്ചസാര കുറച്ച് മതിയില്ലേ? മധുരം വേണോ വേണ്ടേ? മധുരം ചെറുതായിട്ടുണ്ടായിക്കോട്ടെ. എന്നാ ഒരു ഇത്തിരി കൂടി ഇടാം. പഞ്ചസാര ഇട്ടിട്ടാ. ഇനി വെള്ളം വെച്ചിട്ട് കുഴക്കണം. നമ്മളിങ്ങനെ നല്ല കുഴക്കണം. കുഴച്ച് മിക്സ് ആക്കണം. നാളികേരം കുറച്ച് കൂടിയോ? കുറഞ്ഞാലേ ഉള്ളൂ ചേട്ടാ. മതിയോ? നല്ല പൊന്നാര കേസ്. ആരെങ്കിലും പിന്നെ ചക്കപ്പം ഉണ്ടാക്കണം അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. കാരണം കുറച്ചും കൂടി ചക്ക വരട്ടിയത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് അറിയണവര് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ അതേമാതിരി ഞങ്ങൾ ഉണ്ടാകും. എന്താ സാർ? ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുക. എന്താ ചക്കയല്ലേ, ചക്കോട്ട് എന്തുണ്ടാക്കിയാലും ടേസ്റ്റ്. ചക്കയിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി ചക്കോട്ട് തിന്നാൻ പറ്റും. ചക്ക വറക്കാം, ചക്ക ഉപ്പേരി, ചക്ക പുഴുക്ക്, പിന്നെ ചക്കപ്പം, ചക്ക പായസം, ചക്ക അട, അതൊക്കെ ആൾക്കാർ ഉണ്ടാക്കും. അതൊക്കെ വേർക്കും.
ഒന്നിപ്പം നോക്കിയിട്ട് കാര്യമില്ല. കുറച്ചുകൂടി വെള്ളം വയ്ക്കാം. കുറച്ചുകൂടി വയ്ക്കാതെ. എനിക്ക് കൂടുതൽ വെള്ളം ചേർക്കണ്ട, ഞാൻ ആകെ അലമ്പാവും. അതെ. ഞാൻ വീട്ടിൽ അമ്മ ഇങ്ങനെ ഉണ്ടാക്കണം, നല്ല സെറ്റപ്പിൽ കട്ടിയിലാണ്. അത് ശരി. അപ്പൊ അയ്യോ താഴെ പോയി ഗൈസ്. ഇത് കുറച്ചുകൂടി വെള്ളമാവാം. എനിക്കറിയില്ല വെള്ളം ആവാൻ നല്ല മുഴുത്ത പല ഏ അപ്പൊ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പൊ ഉപ്പിടണ്ട ആവശ്യം എന്താ നമുക്ക് അങ്ങോട്ട് പോണോ? റൂം പോണോ? എസി പോയി കുളിക്കണം. വേണ്ട, ഇതിപ്പോ ആവേ, ഇപ്പൊ കഴിഞ്ഞു. ആ ഫാൻ ഇട്ട് നോക്കിയേ. നേരത്തെ ഫാൻ കിട്ടില്ല അല്ലേ? തല വരയ്ക്കുള്ളൂ, തല കിളിമില്ലേ. ഇപ്പൊ നല്ല സുഖം. അപ്പൊ നമ്മളിത് ഇതിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചു കൂട്ടാം. നെയ്യ് ഒഴിച്ചിട്ട് ഒന്നുകൂടി കുഴച്ചു. അപ്പൊ ഇത് ഇങ്ങനത്തെ പരിവായിട്ടുണ്ട്. നമ്മളിത് ഇഡ്ഡലി ചെമ്പില് ചൈന ഇലയിലൊക്കെ ആക്കാനാണ്, പക്ഷെ നമുക്ക് ഇല കിട്ടിയില്ല. ഇലയില് കിട്ടായില്ല. ഇനി ഇനിയുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ആയിട്ട് നാളികേര കൊത്തിയിട്ടിട്ടൊക്കെ അങ്ങനെ ചെയ്യും. ഇതിപ്പോ നമ്മള് ഇരി എടുത്തിട്ട് ഇങ്ങനെ ഇടാതെ ഇങ്ങനെ ഉപ്പാക്കാം. ഈ ഇഡ്ഡലി ചെമ്പില് നമ്മള് എന്താ നെയ്യ് തേച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ, ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പില്. നമ്മ വീട്ടില് ഇഡ്ഡലി ചെമ്പിൽ ഉണ്ടാക്കാറുണ്ട്. അതെ, കമന്റ് ചെയ്തോട്ടാ. കുഞ്ഞിതാക്കി ഉണ്ടാക്കാം. എന്നാ എന്താ അറിയോ, ഉള്ളു വേവ് അല്ലെങ്കിൽ ഉള്ളു വേവില്ല അല്ലേ? വേവ് ഉണ്ടാവും. കാരണം മറ്റേ ചക്ക അങ്ങനെ വരട്ടി വരട്ടി സെറ്റ് ആയതല്ലേ. പിന്നെ അരിപ്പൊടിയല്ലേ വേവുണ്ടുള്ളൂ. അരിപ്പൊടി അത് വേഗം തട്ടിൽ എത്രയോ തട്ടിലുണ്ടടി? 1 2 3 6 6 തട്ടിലുണ്ട്. വെച്ചേട്ടാ, ഞാൻ അടച്ചു വെക്കൂ. ഇനി ഇത് കൂക്കട്ടെ. അപ്പൊ നമ്മുടെ വടി കഴിഞ്ഞു. ഇതേ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി. ചിക്കൻ കറി. പക്ഷെ റൊട്ടി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, നമ്മള് റെഡിമെയ്ഡ് വാങ്ങിയ ചപ്പാത്തി ഉണ്ടാക്കിയതല്ല, റൊട്ടി ഉണ്ടല്ലോ. റൊട്ടിയും ചിക്കൻ കറി അല്ലേ? ഇനി നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കാം. ചക്ക വറുത്തത് ഞാൻ ഭരണിയിലാക്കി. ഞാൻ എങ്ങനെ എടുക്കുക, ഞാൻ എങ്ങനെ എടുക്കുക. സൂപ്പർ നോക്കിയാ. ചക്കപ്പ റെഡി. ചക്കപ്പ റെഡിയാ? തുറക്കട്ടെ. അയ്യോ, മോടെ ആവി പറക്കണ ചക്കപ്പം കണ്ട. ഞാൻ തിന്നോക്ക്. കഴിക്ക്, നീ ഒന്ന് കഴിക്ക്, കാണിക്ക. നമ്മളെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും ഒന്ന് കാണട്ടെ. നല്ല ചൂടുണ്ട് ചക്കപ്പം, നല്ല ചൂടുള്ള ചക്കപ്പം. തിന്നോടേട്ടാ. എങ്ങനെയുണ്ട്? ഏലക്കായുടെ ഒക്കെ മണം വരുന്നുണ്ട് അല്ലേ? ഏലക്കായുടെ നെയ്യിന്റെ ഒക്കെ സൂപ്പർ. അപ്പൊ നമുക്ക് കഴിക്കാം. അതുകൊണ്ട് കഴിച്ചോക്ക്, കഴിച്ചോക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? അരിപ്പൊടിയൊക്കെ കറക്റ്റായി അല്ലേ? മധുരം പാകത്ത്, ഓവർ മധുരല്ല, ഇത് കറക്റ്റാ. സൂപ്പറായി. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.